ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ചെറുതായിട്ടുള്ള ചില സെൻറ്റൻസസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരുമ്പോൾ, നമുക്ക് ദുഃഖം വരുമ്പോൾ, നമുക്ക് ആശ്ചര്യമൊക്കെ വരുമ്പോൾ ചില സെൻറ്റൻസസ് അറിയാതെ തന്നെ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് ചാടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അപകടം കാണുകയാണ്, പെട്ടെന്ന് നമ്മൾ പറയും, ഓ എൻ്റെ ദൈവമേ എന്നൊക്കെ പറയും അല്ലേ, ഓ ദൈവമേ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചില സമയത്ത് ചില നല്ല വാക്കുകൾ കാണുമ്പോൾ നമ്മൾ പറയും വാവ്, സൂപ്പർബ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത്തരം സെൻറ്റൻസസിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുക എക്സ്ക്ലമേഷൻസ് എന്നാണ്. എന്താണ് എക്സ്ക്ലമേഷൻസ്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു 10 എക്സ്ക്ലമേഷൻസ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത്. ഇതിങ്ങനെ പഠിപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന യൂസേജസ് ആണ് ഇംഗ്ലീഷിൽ ഈ എക്സ്ക്ലമേഷൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ ചില സമയങ്ങളിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതായിട്ടോ, ദുഃഖം പ്രകടിപ്പിക്കേണ്ടതായിട്ടോ, അല്ലെങ്കിൽ നാണക്കേട് പ്രകടിപ്പിക്കേണ്ടതായിട്ടോ, ആശ്ചര്യം പ്രകടിപ്പിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം യൂസേജസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അറിയാതെ മലയാളത്തിൽ പറയുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂസേജിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കൊറോണയൊക്കെ കഴിഞ്ഞ് വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിനി എന്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ തീർക്കാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ വിളിച്ചിട്ട് നമ്മളോട് പറയണേ, ദേ നിസ്സാര പലിശയ്ക്ക് വേണമെങ്കിൽ ഫണ്ട് എടുത്തു കേട്ടോ, ലോൺ നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, പ്രീ അപ്രൂവ്ഡ് ആണ്, കുറഞ്ഞ പലിശയുള്ളൂ എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും, അതിപ്പോൾ ഒരു നല്ല വാർത്തയായല്ലോ എന്ന് പറയല്ലേ. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ പറയാം, ഓ ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. എങ്ങനെ പറയാം? ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്, ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ് എന്നുള്ളതിനെ നമ്മൾ ഷോർട്ടാക്കി പറയണതാണ് ഇങ്ങനെ, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഓക്കെ, നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞേക്കണം, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഇനി ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ചില ആളുകളുടെ അവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് പറയും. ഓക്കെ, ചില അവസ്ഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നും. നമ്മൾ പെട്ടെന്ന് പറയും, ഇതൊരു ഭയങ്കരമായിട്ടുള്ള അവസ്ഥയല്ലേ, ഇതൊരു ഭയങ്കരമാണല്ലേ, ഇതൊരു വിഷമം പിടിച്ച അവസ്ഥയാണല്ലേ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷിൽ ഒരു മനോഹരമായിട്ടുള്ള യൂസേജാണ് ഹൗ ടെറിബിൾ. ഓക്കെ, എങ്ങനെ പറയാം? ഹൗ ടെറിബിൾ. ഓക്കെ, എങ്ങനെയാണ് പറയാം? ഹൗ ടെറിബിൾ. ഓക്കെ, ഇതൊരു ദുരന്തമാണ്, ഇതൊരു ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണെന്നൊക്കെ ഉള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക ഇങ്ങനെ ഹൗ ടെറിബിൾ, ഹൗ ടെറിബിൾ. ചില സമയങ്ങളിൽ നമ്മൾ ചില ആർട്ട് എക്സിബിഷനൊക്കെ കാണാൻ പോകുമ്പോൾ, ചില വർക്കുകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ മനസ്സിൽ പോകും, എന്തൊരു മനോഹരമല്ലേ ഇത്, ഇത്ര നല്ല വർക്ക് അല്ലേ. എനിക്ക് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന കാണുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ മനസ്സിൽ നിന്ന് പറഞ്ഞു പോകും, ഇത്ര മനോഹരമായിട്ടുള്ള വർക്ക്, ഇത്ര നല്ല സമ്മതിക്കണം എന്നൊക്കെ നമ്മൾ പറയും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള വാക്കാണ് എന്താണെന്നറിയോ? ഹൗ ലവ്ലി. ഓക്കെ, എങ്ങനെ പറയാ? ഹൗ ലവ്ലി. ഓക്കെ, ഹൗ ലവ്ലി. ഇനി നമുക്ക് 4ാമത്തെ യൂസേജിലേക്ക് പോവാം. ചില സമയത്ത് നമ്മുടെ ചില സുഹൃത്തുക്കൾ ചില പൊട്ടത്തരം മണ്ടത്തരമൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ പറയും, ഇതൊരു അസംബന്ധമായി പറയണേ, എന്തൊരു അസംബന്ധം എന്ന് പറയല്ലേ. ഓക്കെ, എന്താ നമുക്ക് ഇംഗ്ലീഷിൽ അതിനെ പറ്റി യൂസേജ്? വാട്ട് നോൺസെൻസ്, വാട്ട് നോൺസെൻസ്. ഓക്കെ, എന്തൊരു അസംബന്ധം, എന്തൊരു മണ്ടത്തരമാണ്, എന്തൊരു പൊട്ടത്തരമായി പറയണേ. ഓക്കെ, വാട്ട് നോൺസെൻസ്. ഓക്കെ, ഈ സെയിം സെൻറ്റൻസ് ചില ഭർത്താക്കന്മാരോട് ഭാര്യമാരും, ഭാര്യമാർ ഭർത്താക്കന്മാരോടൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ്? വാട്ട് നോൺസെൻസ്. ഓക്കെ, വാട്ട് നോൺസെൻസ്. ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെപ്പോഴും പിള്ളേരോടൊക്കെ പറയുന്ന ഒരു യൂസേജ് ആണ് അല്ലേ, ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക എന്ന് പറയും അല്ലേ. അപ്പോൾ ചിലപ്പോൾ അവർ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുന്ന സമയമായിരിക്കും, ചിലപ്പോൾ നടക്കാൻ തുടങ്ങുന്ന സമയമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ ഒരു വഴിക്ക് ഇങ്ങനെ വഴിക്ക് കിടക്കുന്ന ഒരു സ്ഥലത്തോടെയൊക്കെ നടക്കാൻ പോകുമ്പോൾ നമ്മൾ പറയും ശ്രദ്ധിക്കുക എന്ന് പറയും അല്ലേ. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? ബിവെയർ. ബിവെയർ. ഒരൊറ്റ വാക്ക് മതി നമ്മൾ ആ മുഴുവൻ ശ്രദ്ധ കൊടുക്കുമെന്ന് പറയാനായിട്ട്. എങ്ങനെയാണ്? ബിവെയർ, ബിവെയർ. ഓക്കെ, ബിവെയർ. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണ ഒരു ബോർഡൊക്കെ നമ്മൾ ചില വീടുകളുടെ മുന്നിൽ കാണും, ബിവെയർ ഓഫ് ഡോഗ്സ്. ഓക്കെ, ഓക്കെ, ഡോഗിനൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ്, കടികൊള്ളാതെ പോരാ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. എങ്ങനെ? ബിവെയർ, ബിവെയർ. ഇനി നമ്മളൊരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണെന്ന് വിചാരിക്കും. അപ്പോൾ സിനിമ നമ്മുടെ ഒരു സുഹൃത്ത് കാണാൻ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയാണ്, സിനിമ മഹാലമ്പാട്ടാ എന്ന് പറയും. അപ്പോൾ നമ്മളിതിന് വലിയ പ്രതീക്ഷ വെച്ചിരിക്കണേ, എടുത്തു വഴിക്കും, ആണോ അങ്ങനെയാ എന്നൊക്കെ ചോദിക്കല്ലേ, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. പല സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെയാണോ എന്ന് ചോദിക്കും അല്ലേ. നമ്മൾ ഇതുവരെ നല്ലതാണെന്ന് വിചാരിച്ചു തരുന്ന ചില ആളുകളെ കുറിച്ച് മോശം കേൾക്കുമ്പോൾ നമ്മൾ പറയും, അങ്ങനെയാണോ. ഓക്കെ, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളെ കുറിച്ച് ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണോ എന്ന് ചോദിക്കും.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ അതിനൊരു യൂസേജ് ഉണ്ട്. എന്താണെന്ന് പറയൂ? ഇസ് ഇറ്റ്? ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. എങ്ങനെ? ഇസ് ഇറ്റ്? ഇസ് ഇറ്റ്? ഇങ്ങനെയാണോ എന്ന് ചോദിക്കാം. എങ്ങനെ? ഇസ് ഇറ്റ്? ഓക്കെ, വളരെ നീട്ടി വലിച്ച് വലിയ വമ്പൻ സെൻറ്റൻസസ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ എക്സ്ക്ലമേഷനിൽ സിമ്പിളായിട്ടുള്ള ഈ യൂസേജ് ഉപയോഗിച്ചാൽ മതി. എങ്ങനെ? ഈസ് ഇറ്റ്? ഈസ് ഇറ്റ്? ഇനി ഈ സെയിം ഈസ് ഇറ്റിന് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എനിക്ക് 5 കോടി രൂപ ലോട്ടറി അടിച്ചു. ഈസ് ഇറ്റ്? നിനക്ക് അങ്ങനെ അടിച്ചോ? സന്തോഷത്തോടു കൂടെ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, എടാ ഇന്നലെ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസ് ഇറ്റ്? നിനക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയോ? അങ്ങനെയോ എന്ന് വേണമെങ്കിൽ ഉള്ള രീതിയിലും 2 രീതിയിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് ഈസ് ഇറ്റിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ ബിവെയർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു യൂസേജ് ആണ് വാച്ച് ഔട്ട്. ഓക്കെ, കെയർഫുൾ ആയിട്ടിരിക്കും, സൂക്ഷിക്കൂ എന്ന് പറയാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വാച്ച് ഔട്ട്. വാച്ച് ഔട്ട്. ഓക്കെ, ചില ആളുകൾ നടക്കാൻ പോകുമായിരിക്കും, പെട്ടെന്ന് നമുക്കറിയാം അവിടെ തെന്നി വീഴാനായിട്ട് അല്ലെങ്കിൽ തട്ടി വീഴാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും, വാച്ച് ഔട്ട്, ഓക്കെ, ഒന്ന് കെയർഫുൾ ആവും, സൂക്ഷിക്കുക കേട്ടോ, അവിടെ ചിലപ്പോൾ തട്ടി വീഴാനായിട്ട് ഒരു സാധ്യതയുണ്ട്, ഇല്ലേ? ഇനി നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ റോഡിൽ നിറച്ച് കുഴിയാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ആളോട് പറയും, വാച്ച് ഔട്ട്, ഓക്കെ, കുഴിയുണ്ട് കേട്ടോ, വീഴാൻ സാധ്യതയുണ്ട്. വഴിയിൽ കുഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമായതാണ് ഈ ഇടയ്ക്ക്. ഇതൊരു പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, വാച്ച് ഔട്ട് എന്ന് പറയുന്ന ഒരു യൂസേജ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ? വാച്ച് ഔട്ട്. ചിലപ്പോൾ നമ്മുടെ നാടിൻ്റെ ചില ദുരവസ്ഥകൾ കണ്ടിട്ടായിരിക്കാം, ചില ആളുകളുടെ അവസ്ഥകൾ കണ്ടിട്ട്, സിറ്റുവേഷൻസ് കണ്ടിട്ടായിരിക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കാണുമ്പോൾ നമ്മൾ പറയും, എന്തൊരു കഷ്ടമല്ലേ എന്ന് പറയും. അങ്ങനത്തെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ് വാട്ട് എ പിറ്റി. വാട്ട് എ പിറ്റി. ഓക്കെ, ഇങ്ങനെ പറയാം, വാട്ട് എ പിറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയ ദുരവസ്ഥ കാണുമ്പോൾ മനസ്സിൽ പറയണം, എങ്ങനെ? വാട്ട് എ പിറ്റി. ഓക്കെ, ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യേണ്ട സമയമാണെങ്കിൽ ആ പുറത്ത് ഇങ്ങനെ പറഞ്ഞേക്കണം, വാട്ട് എ പിറ്റി. ഓക്കെ, വാട്ട് എ പിറ്റി. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ചില പൊസിഷൻസിലെത്തി, ചില നല്ല നിലകളിലെത്തി, അല്ലെങ്കിൽ നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോഴൊക്കെ ആളുകൾ നമ്മുടെ അടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരും. ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും എളിമ കൊണ്ട് പറയും, അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അത് ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്ന് പറയും, അല്ലേ? ദൈവാനുഗ്രഹം കൊണ്ടാണ്. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ബൈ ഗോഡ്സ് ഗ്രേസ്. എങ്ങനെ പറയാം? ബൈ ഗോഡ്സ് ഗ്രേസ്. ഓക്കെ, ദൈവാനുഗ്രഹം കൊണ്ട്, ബൈ ഗോഡ്സ് ഗ്രേസ്, ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് പറയാണ്. എങ്ങനെ? ബൈ ഗോഡ്സ് ഗ്രേസ്. ഒരു അപകടം നടക്കുന്ന സമയം, ബഹുഭൂരിപക്ഷം സമയം നമ്മൾ ട്രാവൽ ചെയ്യും, ഒത്തിരി അപകടങ്ങളൊക്കെ കാണാറുണ്ട്. അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ ചില സമയത്ത് നമ്മൾ അപകടങ്ങളൊക്കെ കാണുമ്പോൾ അറിയാതെ പറയും, ഹൗ ട്രാജിക്, ഹൗ ട്രാജിക്. ഓക്കെ, നമ്മൾ സാധാരണ മുന്നൊക്കെ പറയും ട്രാജഡി എന്നൊക്കെ പറയും, ഇല്ലേ? ഓക്കെ, എന്തൊരു ദുരന്തമോ, എന്തൊരു അവസ്ഥയാണ് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂസേജ് ആണ് എന്ത്? ഹൗ ട്രാജിക്. ഹൗ ട്രാജിക്. നമുക്ക് ദുഃഖം വരുമ്പോൾ, നമുക്ക് സന്തോഷം വരുമ്പോൾ, നമുക്ക് ആശ്ചര്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന 10 ഇംഗ്ലീഷ് യൂസേജസ്, എക്സ്ക്ലമേഷൻസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, ഈ 10 എണ്ണം നിങ്ങൾ എഴുതിയെടുക്കണം. എന്നിട്ട് ഡെയിലി ലൈഫിൽ ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങണം. നമ്മളിതിൻ്റെ ഒക്കെ മലയാളം നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം സിറ്റുവേഷൻസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനത്തെ യൂസേജസ് ഒന്ന് ഉപയോഗിച്ച് തുടങ്ങണം. അപ്പോൾ ഇംഗ്ലീഷ് ലേണിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് മാറും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്, നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇംഗ്ലീഷ് ലാഡർ എന്നാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.